റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി അതീവ സുരക്ഷാ മുന്നറിയിപ്പുമായി ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. റെയിൽവേ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ്. റെയിൽവേ പാളത്തിന് സമീപത്തുള്ള വസ്തുക്കൾ പരിശോധിക്കണമെന്നും സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റണമെന്നും നിർദ്ദേശം. സംശയാസ്പദമായ സാഹചര്യത്തിൽ വസ്തുക്കൾ കണ്ടാൽ RPFനെ അറിയിക്കണമെന്നും അറിയിപ്പുണ്ട്. വിവരങ്ങൾ വീണയാണ് നൽകുന്നത്. വീണ, അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ റെയിൽവേ അട്ടിമറിക്കുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. വ്യാജ ബോംബ് ഭീഷണികൾ ധാരാളമായി എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നാളെ നമ്മുടെ രാഷ്ട്രം 77ാമത്തെ റിപ്പബ്ലിക് ദിനം വളരെ വിപുലമായി ആചരിക്കാൻ പോകുകയാണ്. ചെങ്കോട്ടയിലെ ഭീകരാക്രമണത്തിന് ശേഷം നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷമാണ്. അതിനാൽ ഭീകരശക്തികൾ നാടിൻ്റെ പല ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തും. അപ്പോൾ അത്തരം ശ്രമങ്ങളുണ്ടെങ്കിൽ RPF പോലെയുള്ള കേന്ദ്ര സേനയെ അറിയിക്കണമെന്ന നിർദ്ദേശമാണോ ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? തീർച്ചയായും ഗൗതം, ഈ റിപ്പബ്ലിക് ദിന ആഘോഷവുമായി ബന്ധപ്പെട്ട കനത്ത സുരക്ഷയിൽ തന്നെയാണ് രാജ്യം. അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ, അതായത് ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ സ്റ്റേഷനുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ്. സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഈ വസ്തുക്കൾ കിടക്കുകയോ അല്ലെങ്കിൽ ചിതറിക്കിടക്കുകയോ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ RPF സംഘത്തെ വിവരം അറിയിക്കണം. ഈ ട്രാക്ക് ഡ്യൂട്ടിയിലുള്ളവർ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ അത് ശ്രദ്ധിക്കണമെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തണമെന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. കാരണം റെയിൽവേയുടെ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ പല സമയങ്ങളിലായി നടന്നിട്ടുണ്ട്. അതിന് തടയിടുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഇപ്പോൾ തന്നെ യാത്രക്കാർക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുത് എന്നുള്ള കർശന നിർദ്ദേശവുമുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കനത്ത സുരക്ഷയുടെ ഭാഗമായി തന്നെയാണ് ഇന്നും നാളെയൊക്കെയുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തരത്തിൽ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ കൂടി ശ്രദ്ധ ചെലുത്തണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി കൊടുത്തിരിക്കുന്നത്. അട്ടിമറിക്കുവാനുള്ള നീക്കമുണ്ടെങ്കിൽ അതിന് തടയിടുക. അത്തരത്തിൽ സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ട അധികാരികളെ, അതായത് ഡിവിഷണൽ സെക്യൂരിറ്റി കൺട്രോളിൻ്റെ ഡ്യൂട്ടിയിലുള്ള RPF യൂണിറ്റിനെ വിവരം അറിയിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക്, ഈ മെയിൻ്റനൻസും ഒപ്പം തന്നെ ട്രാക്ക് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും നിരീക്ഷിക്കണമെന്നുമുള്ള നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഓക്കെ വീണ്ടും എന്തായാലും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ റെയിൽവേ ചില മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ്. റെയിൽ പാളത്തിന് സമീപം എന്തെങ്കിലുമൊക്കെ സംശയം തോന്നുന്ന രീതിയിൽ വസ്തുക്കൾ കണ്ടാൽ അതിൽ പരിശോധന നടത്തണം. മാത്രമല്ല സാധാരണക്കാരായ ആളുകൾ അത്തരം കാഴ്ചകൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ RPFനെയോ അതല്ലെങ്കിൽ മറ്റ് പോലീസിനെയോ ഒക്കെ അത് അറിയിക്കണമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ വരുന്നത്. കാരണം ഈ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഭാഗമായി ബോധപൂർവമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമം ദേശവിരുദ്ധ ശക്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായേക്കാം. MS വീണയാണ് തിരുവനന്തപുരത്ത് നിന്നും ചേർന്ന്